നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണച്ചാൽ 64 ഏക്കർ കൃത്രിമ തടാകം നടപടി ത്വരിതഗതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഡയപ്പർ ഡിസ്ട്രോയർ മന്ത്രി നാടിന് സമർപ്പിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് വി.എസ്. സുനിൽകുമാർ. റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരണമെന്നും സുനിൽകുമാർ. കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി പുനരാരംഭിച്ചു. തൂവാനൂർ സെന്ററിലും കേച്ചേരി പാലത്തിലും രൂപപ്പെട്ടിരുന്ന വൻ ഗർത്തങ്ങൾ അടയ്ക്കാതിരുന്നത് പ്രതിഷേധങ്ങൾക്കിടവരുത്തിയിരുന്നു. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ പള്ളിക്ക് മുൻവശം 1 മാസത്തിലധികമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. മണച്ചാൽ 64 ഏക്കർ കൃത്രിമ തടാകം നടപടി ത്വരിതഗതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിൽ മണച്ചാൽ പ്രദേശത്ത് കളിമൺ ഖനനം നടത്തി വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ച 64 ഏക്കർ ഭൂമിയിൽ കൃത്രിമ തടാകം സൃഷ്ടിക്കുന്നതിന്റെ നടപടി ത്വരിതഗതിയിലാക്കുന്നതിനാണ് മന്ത്രി എം.ബി. രാജേഷ് തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. കിടപ്പുരോഗികൾക്ക് മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ നശിപ്പിക്കാൻ ഇളവള്ളി പഞ്ചായത്തിൽ സ്ഥാപിച്ച ഡയപ്പർ ഡിസ്ട്രോയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് എത്തിയതായിരുന്നു മന്ത്രി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സ്വാഗത പ്രസംഗത്തിൽ കൃത്രിമ തടാകത്തിന്റെ സവിശേഷതകൾ വർണ്ണിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ഇളവള്ളി വാതക ശ്മശാനത്തോട് ചേർന്ന കുളവെട്ടിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി കുളവെട്ടിമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇത്തരം പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരു ദീർഘവീക്ഷണം, ഒരു ഭാവന, മനുഷ്യരോടൊരു പ്രതിബദ്ധത ഇതെല്ലാം ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്തോ പദവിയിലിരിക്കുന്നു, കുറച്ചു കാലം പദവിയിലിരിക്കുക എന്ന് മാത്രം കരുതിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ചുമതലയിലിരിക്കുക, ഉദ്യോഗസ്ഥരാവട്ടെ. അങ്ങനെ ഉള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് പ്രസിഡന്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞു സെക്രട്ടറിയെ കുറിച്ച്. വലിയ സന്തോഷം തോന്നി. കാരണം മിക്ക പ്രസിഡന്റുമാർക്കും സെക്രട്ടറിയെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവാറില്ല. അപ്പോൾ അതിയായ സന്തോഷം തോന്നി. ഒരു പ്രസിഡന്റ് ധാരാളം നല്ല വാക്കുകൾക്കും സെക്രട്ടറിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു എഴുതുന്നത്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുമ്പോഴാണ് നല്ല പ്രസിഡന്റ് ആയിരിക്കും, പക്ഷെ നല്ല ജനപ്രതിനിധികളായിരിക്കും. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഡയപ്പർ ഡിസ്ട്രോയർ നാടിന് സമർപ്പിച്ചു. കേരളത്തിൽ ഇതാദ്യമായാണ് ഡയപ്പർ ഡിസ്ട്രോയർ സംവിധാനം സജ്ജമാക്കിയത്. കിടപ്പുരോഗികൾക്ക് മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ സംസ്കരിക്കാൻ ഇളവള്ളി പഞ്ചായത്തിൽ സ്ഥാപിച്ച ഡയപ്പർ ഡിസ്ട്രോയറിന്റെ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഡയപ്പർ ഡിസ്ട്രോയർ പ്ലാന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി എം.എൽ.എ. അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ്, LSGD ഡെപ്യൂട്ടി ഡയറക്ടർ K. സിദ്ദിഖ്, ശുചിത്വ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ K. മനോജ്, മുല്ലശ്ശേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ രവി, മുല്ലശ്ശേരി BDO CM അനീഷ്, ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, പഞ്ചായത്ത് അംഗം സനിൽ കുന്നത്തുള്ളി എന്നിവർ സംസാരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും 14 ലക്ഷം രൂപ വകയിരുത്തിയാണ് കേരളത്തിൽ ആദ്യമായി ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിച്ചത്. പുഴയ്ക്കൽ ഗാല കോംപ്ലക്സിലെ 4R ടെക്നോളജീസ് ഉടമ TV വിദ്യാരാജന്റെ നേതൃത്വത്തിൽ റെയ്ഡ്കോയാണ് ഡയപ്പർ ഡിസ്ട്രോയർ ഡിസൈൻ ചെയ്തത്. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനത്തോട് ചേർന്ന് സ്ഥാപിച്ചതിനാൽ 30 മീറ്റർ ഉയരമുള്ള ചിമ്മിനി വേറെ നിർമ്മിക്കേണ്ടതായി വന്നില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിപൂർണ അംഗീകാരം നേടിയാണ് ഡിസ്ട്രോയർ സ്ഥാപിച്ചത്. 60 ഡയപ്പറുകൾ 45 മിനിറ്റ് കൊണ്ട് കത്തിക്കാവുന്ന രീതിയിലാണ് ഡയപ്പർ ഡിസ്ട്രോയർ ഒരുക്കിയിട്ടുള്ളത്. ഹരിതകർമ്മ സേന വഴി നിശ്ചിത കളക്ഷൻ പോയിന്റുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നതിനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. ഡയപ്പർ ഡിസ്ട്രോയറിൽ നിന്നു ലഭിക്കുന്ന ചാരം അമ്പലമേടുള്ള കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകാനാണ് ധാരണയായിട്ടുള്ളത്. CCTV ന്യൂസ് കേച്ചേരി.
ഫേസ്ബുക്കിൽ വിദ്യാർത്ഥിയുടെ അപകടമരണം പങ്കുവച്ച എക്സ് സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബസ് മാഫിയ സംഘങ്ങളെ പിന്തുണക്കുന്ന കുന്നംകുളം പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. ബസ്സുകളുടെ മത്സരോട്ടത്താൽ മുണ്ടൂരിൽ വെച്ച് മരണപ്പെട്ട കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മരണം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതിന് കേച്ചേരി എക്സിന്റെ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ എം മുഹസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു. ബസ്സുകളുടെ മത്സരോട്ടവും അപകടങ്ങളും പതിവായ തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകൾക്കെതിരെ കേസെടുക്കാതെ അതിനെ സാമൂഹ്യ മാധ്യമത്തിൽ തുറന്നുകാട്ടിയവർക്കെതിരെ കേസെടുക്കുന്ന രീതി രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തെ പോലും നാണിപ്പിക്കുന്നതാണെന്നാരോപിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ മാർച്ച് DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, DCC സെക്രട്ടറി ബിജോയ് ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസ് നമുക്ക് സഹായം ചെയ്യണം. പോലീസ് സത്യത്തിൽ നമുക്ക് സഹായം ചെയ്യണം. നശിക്കാൻ പോവാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റൊക്കെ ഏതാണ്ട് വേലറ്റ് പോകാൻ പോവാണ്. അതിന്റെ ലക്ഷണങ്ങൾ ബംഗാളിലെ പോലെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ. അവർക്കറിയാം, പോലീസിനറിയാം ഈ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ അവർ നമ്മളെ സഹായിക്കുകയാണ്. ഈ നാശങ്ങൾ എങ്ങനെയും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പോലീസ് ആഗ്രഹിക്കുന്നു. പോലീസിന്റെ തലപ്പത്ത് തന്നെയാണ്. HM കുറ്റം ചെയ്താൽ പ്യൂണാണോ അന്വേഷിക്കേണ്ടത് എന്ന് ഒരു കാർട്ടൂണിസ്റ്റ് ചോദിച്ചതുപോലെ HM എന്ന് പറഞ്ഞാല് ഹെഡ്മാസ്റ്ററല്ല, ഹോം മിനിസ്റ്ററാണ്. അതേസമയം പ്രവർത്തകർ ബാരിക്കേഡ് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. CCTV ന്യൂസ് കുന്നംകുളം. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് VS സുനിൽകുമാർ. റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരണമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്. താൻ നിവേദനം ഗൗരവമായി എടുക്കുകയും അതിൽ റിപ്പോർട്ട് വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ട് സമർപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. സമയം അനുവദിച്ചതും നീണ്ടുപോയതിനും സംബന്ധിച്ച് പ്രശ്നമില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് സമർപ്പിക്കണം. ഗൗരവമായി എടുത്ത് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ അങ്ങനെ കാണാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുത്ത് 24-ാം തീയതിക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വിവാദം ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഗവൺമെൻറ്, മുഖ്യമന്ത്രി എന്ന നിലയിലെ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിന് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ ശരിയായ രീതി. അപ്പോൾ ആ റിപ്പോർട്ട് വരട്ടെ. 5 മാസം വൈകി, നേരം വൈകി എന്നതൊക്കെ ചർച്ച ചെയ്തതാണ്. 24-ാം തീയതിക്ക് മുൻപായി റിപ്പോർട്ട് നൽകും എന്ന് നൽകിയ ഉറപ്പ് വിശ്വസിക്കുകയാണ്. റിപ്പോർട്ട് നീണ്ടുപോയി എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞതാണ്. അതിൽ പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നിലപാട് പറയാൻ ബാധ്യതപ്പെട്ട ആളല്ല താൻ. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് പറയും. മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അത് അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ പ്രതികരിക്കാം. ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ പേരിലുള്ള ജൽപ്പനകൾ അല്ല ഇപ്പോൾ പറയുന്നത്. ഒരു തൃശൂർക്കാരൻ എന്ന നിലയിലുള്ള വികാരമാണ്. തൃശൂർ പൂരം നല്ല നിലയിൽ നാളെയും പോണം എന്നതുകൊണ്ടാണ് പറയുന്നത്. മറ്റു താൽപ്പര്യങ്ങൾ തനിക്കില്ല. ഈ ഗവൺമെന്റിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അന്നത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ടായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. അല്ല, അത് അവരോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതായത് എല്ലാ ദേവസ്വങ്ങളും ആണല്ലോ പൂരം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞാൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ CCTV ദൃശ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പൂർണ്ണമായിട്ടും CCTV സർവൈലൻസിലുള്ള സ്ഥലത്താണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യം. ഇപ്പോൾ അവിടെ റൗണ്ടിൽ മാത്രമല്ല,
ഏത് പ്രദേശത്തും 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പൂരത്തിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ പോലീസ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. അതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ളതും നിഗമനം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നതാണ് നല്ലത്. CCTV ന്യൂസ് കേച്ചേരി. കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ആലുവയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. എറണാകുളം കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരനിരയും മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആദരമർപ്പിക്കാനെത്തി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം എത്തി. സംസ്ഥാന സർക്കാരിനായി മന്ത്രി P. രാജീവ് റിറ്റ് സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും കളമശ്ശേരിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി പുനരാരംഭിച്ചു. ചൂണ്ടൽ മുതൽ തുവാനൂർ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗങ്ങളിലെ കുഴികൾ കഴിഞ്ഞ മാസത്തിൽ അടച്ചിരുന്നുവെങ്കിലും മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്തെ കുഴികൾ അധികൃതർ അടച്ചിരുന്നില്ല. തുവാനൂർ സെന്ററിലും കേച്ചേരി പാലത്തിലും രൂപപ്പെട്ടിരുന്ന വൻ ഗർത്തങ്ങൾ അടയ്ക്കാതിരുന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കുഴി അടയ്ക്കുന്ന പ്രവൃത്തി വീണ്ടും ആരംഭിച്ചത്. തുവാനൂർ പെട്രോൾ പമ്പ് മുതൽ കേച്ചേരി പാലം വരെയുള്ള മേഖലയിലെ കുഴികളാണ് ശനിയാഴ്ച അടച്ചത്. അടുത്ത ദിവസങ്ങളിൽ പാലം മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിലെ കുഴികൾ അടയ്ക്കുന്നതിനാണ് KSTP അധികൃതരുടെ തീരുമാനം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും സമരപരമ്പരകൾക്കൊടുവിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 22 മുതൽ കുഴിയടയ്ക്കൽ പ്രക്രിയയ്ക്ക് റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTP തുടക്കം കുറിച്ചത്. റോഡിലെ ഗർത്തസമാനമായ കുഴികൾ മൂലം മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചതോടെയാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ചർച്ചാവിഷയമായത്. മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ വാർത്തയാവുകയും മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകയും ചെയ്തതോടെ സർക്കാർ ആദ്യം 29 ലക്ഷം രൂപ കുഴിയടയ്ക്കാൻ അനുവദിച്ചു. എന്നാൽ ആ തുക അപര്യാപ്തമാണെന്ന് കണ്ടതോടെ 30 ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ചെയ്തിരുന്നു. കേച്ചേരിയിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ആളൂർ മറ്റം വഴി തിരിച്ചുവിട്ടാണ് റോഡിന്റെ കുഴി അടയ്ക്കുന്ന പ്രവൃത്തി നടത്തിവരുന്നത്. റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് പ്രവൃത്തി നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. CCTV ന്യൂസ് കേച്ചേരി. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ പള്ളിക്ക് മുൻവശം 1 മാസത്തിലധികമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. സമീപത്തെ പള്ളിയിലേക്കും കടയിലേക്കും റോഡിലേക്കും വെള്ളം ഒഴുകിയെത്തുന്നതിനാൽ 1 മാസം മുൻപ് നാട്ടുകാർ പരാതി നൽകിയിട്ടും പരിഹാരമായില്ല. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം പള്ളിക്ക് മുൻവശം ചെളി നിറഞ്ഞതിനാൽ പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികൾ ഏറെ പ്രയാസപ്പെടുകയാണ്. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിച്ച് ഉടൻ പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായിരുന്നു. ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുൻ ഇടുക്കി MP-യാണ്. CITU സംസ്ഥാന സെക്രട്ടറി, CITU ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളും BJPയും കോൺഗ്രസും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായി CITU ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി അധ്യക്ഷനായി. TK ശിവൻ, NB ബിജു, NM മിഥുൻ, ഡോക്ടർ VC ബിനോജ്, OB സുബ്രഹ്മണ്യൻ, UK മണി, കുഞ്ഞുമോൻ കരിയന്നൂർ, PM ബൈജു, NV വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ 2024 വർഷത്തിലെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ നിർവഹിച്ചു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം, വിധവകൾക്ക് ജീവനോപാധി, വയോജനങ്ങൾക്ക് ധനസഹായം, കിടപ്പുരോഗികൾക്ക് സഹായം, ഉന്നത പഠന സ്കോളർഷിപ്പ് എന്നിവയാണ് 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1000-ൽ പരം കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഈ വർഷം 10 ലക്ഷത്തിന്റെ ജീവകാരുണ്യ തൊഴിൽ പഠന സഹായ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിന് സുഹൃത്ത് സംഘം രക്ഷാധികാരി VN ബാബു അധ്യക്ഷനായി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ U. മഹേഷ് മുഖ്യാതിഥിയായി. സുഹൃത്ത് സംഘം കേരള ഘടകം പ്രസിഡന്റ് രവി കപ്പാരത്ത് പദ്ധതി വിശദീകരണം നടത്തി.
രക്ഷാധികാരികളായ ചന്ദ്രപ്രകാശ് ഇടമന, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, സുധീഷ് പറമ്പിൽ, സുഹൃത്ത് സംഘം മുൻ പ്രസിഡന്റ് ഉണ്ണി വടക്കാഞ്ചേരി, ഭാരവാഹികളായ VK ശ്രീഹരി, അനുമോദ് കക്കാട് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃത്താല സബ് ജില്ലാ ശാസ്ത്രമേള സ്വാഗത സംഘം രൂപീകരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 8, 9, 10 തീയതികളിലായാണ് തൃത്താല ഉപജില്ലാ ശാസ്ത്രമേള നടക്കുക. ശാസ്ത്രഗണിത, സാമൂഹ്യ, പ്രവൃത്തി പരിചയ മേളകളിൽ LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾ പങ്കെടുക്കും. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷനായി. തൃത്താല AO K പ്രസാദ് മേളയെക്കുറിച്ച് വിശദീകരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ ജനറൽ കൺവീനർ, തൃത്താല AO K പ്രസാദ് ട്രഷററുമായിട്ടുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. ജനപ്രതിനിധികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, രക്ഷിതാക്കൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉയർന്ന മാർക്കോടെ BDS ബിരുദം നേടിയ ഡോക്ടർ കൃഷ്ണ മോഹനനെ CPIM പനന്തറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പുനേർകുളം നാക്കോല സ്വദേശിയും പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനുമായ കളത്തിങ്ങൽ മോഹനന്റെയും CPIM പനന്തറ ബ്രാഞ്ച് മെമ്പറും ഹരിതകർമ്മസേനാംഗവുമായ സുമയുടെയും മകളാണ് കൃഷ്ണ. CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KV വിവിത് പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി. MK ബക്കർ, AD ധനീബ, V താജുദ്ദീൻ, MB സുജീഷ്, പാർട്ടി മെമ്പർമാരും പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് ഞായറാഴ്ച സ്വീകരണം നൽകും. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ യെൽദോമോർ ബസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി തലശ്ശേരി മുതൽ കോതമംഗലം വരെ തീർത്ഥാടന വാഹന വിളംബര ഘോഷയാത്ര നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് തലശ്ശേരി കടപ്പുറം മോർ ബസേലിയോസ് നഗറിൽ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ എത്തിച്ചേരും. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 4 വരെയാണ് കോതമംഗലത്ത് പരിശുദ്ധ യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സ്വീകരണത്തിന് ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാവക്കാട് നഗരസഭയിലെ ദ്വാരക ബീച്ചിലടിഞ്ഞ തിമിംഗലത്തെ ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. ചാവക്കാട് സീനിയർ വെറ്റിനറി ഡോക്ടർ ഷർമിളയുടെയും എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരായ US സനോജ്, റജോ ജോയ്, വൈശാഖ്, അഷ്റഫ്, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മറവ് ചെയ്തത്. നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ്, KV വസന്ത എന്നിവരും നേതൃത്വം നൽകി. പോർക്കുളം അയ്യംപറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും ഉണ്ടായി. ശനിയാഴ്ച രാവിലെ 8:15-ന് വിശുദ്ധ മൂന്നിനുമേൽ കുർബാന നടന്നു. ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു. 4:30-ന് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണവും ഉണ്ടായി. പെരുന്നാളിന് ഇടവക വികാരി ഫാദർ TP വർഗീസ്, കൈസ്ഥാനി PI ജോൺ, സെക്രട്ടറി KP പോളി എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വർഷങ്ങളായി ചാലിശ്ശേരി മെയിൻ റോഡ് നിവാസികൾക്കും തൊഴിലാളികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വഴിയാത്രക്കാർക്കും ആശ്രയമായ പൊതു ടാപ്പ് അടച്ചുപൂട്ടിയ തൃത്താല വാട്ടർ അതോറിറ്റിയുടെ ജനദ്രോഹ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതി ചാലിശ്ശേരി യൂണിറ്റ് പ്രതിഷേധ കൂട്ടായ്മയും 1000 പേരുടെ ഒപ്പുശേഖരണവും നടത്തി. മെയിൻ റോഡ് സെന്ററിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി മഹിമ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ഫാമിലി രാജൻ അധ്യക്ഷനായി. PB സുനിൽ മാസ്റ്റർ, ശിവാസ് എന്നിവർ സംസാരിച്ചു. K മുഹമ്മദ് സ്വാഗതവും PS വിനു നന്ദിയും പറഞ്ഞു. SNDP ഗുരുവായൂർ യൂണിയന്റെ നേതൃത്വത്തിൽ 5 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ശ്രീനാരായണ ഗുരു സമാധി ആചരണം സമാപിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PA സജീവൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കാഞ്ഞിരപ്പറമ്പിൽ രവീന്ദ്രൻ ദീപാർപ്പണം നടത്തി. സദ്ഗുരു പാഥേയം സമഗ്ര വിജയത്തിന് എന്ന വിഷയത്തിൽ കവി രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഉണ്ടായി. യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം AS വിമലാനന്ദൻ സമാധി ദിന സന്ദേശം നൽകി. സുകുമാരൻ അമ്പാടി, ശ്രീനിവാസൻ ചുള്ളിപ്പറമ്പിൽ, സദാനന്ദൻ താമരശ്ശേരി, PP സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗുരുമണ്ഡപത്തിൽ ഗുരുപൂജ, ശാന്തിഹവനം, ഭജന എന്നിവ നടന്നു. വൈകിട്ട് ദൈവദശകം, ശാന്തിയാത്രയും ഉണ്ടായി.
കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയ്ക്കരികിൽ മയിലിനെ വാഹനം ഇടിച്ച് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. വെള്ളറക്കാട് ദുബായ് റോഡരികിലാണ് വാഹനം തട്ടിയ നിലയിൽ കണ്ടത്. റോഡ് മുറിച്ച് പറക്കുന്നതിനിടയിൽ ഇടിച്ചതാകാമെന്ന് കരുതുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ BS സനോജ്, AB റൈജോ, N വൈശാഖ്, റെസ്ക്യൂ വാച്ചർ PH അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ മയിലിനെ കൊണ്ടുപോയി. കടവല്ലൂർ പഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമി KFAയുടെ ആഭിമുഖ്യത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 2 ദിവസങ്ങളിലായി നടന്ന അണ്ടർ-14 ഫുട്ബോൾ ടൂർണമെന്റിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് സ്പോർട്ടീവോ പെരുമ്പിലാവ് ജേതാക്കളായി. കാസ്ട്രോ പോർക്കുളം രണ്ടാമതെത്തി. വിജയികൾക്ക് പൊതുപ്രവർത്തകരായ MA കമറുദ്ദീൻ, റാഫി താഴത്തേതിൽ, KFA പരിശീലകൻ KK കൃഷ്ണകുമാർ, ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ S ബാബു, KFA ഭാരവാഹി KK പ്രകാശൻ എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി 12 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരങ്ങൾ നിയന്ത്രിച്ച പ്രശസ്ത ഫുട്ബോൾ കോച്ച് വിൽസൺ FF പഴഞ്ഞിയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന നിറമാല ആഘോഷം സമാപിച്ചു. പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ, കൂട്ടുഗണപതി ഹോമം, വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, സമ്പൂർണ്ണ നിലവിളക്ക്, 1000 ദീപം തെളിയിക്കൽ, തുടർന്ന് 6-ന് സാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, ധനസഹായ വിതരണം എന്നിവ നടന്നു. കിള്ളിക്കുരിശുമംഗലം കുഞ്ചൻ സ്മാരകത്തിലെ പ്രദീപിന്റെ നേതൃത്വത്തിൽ ഓട്ടം തുള്ളലും അരങ്ങേറി. പ്രസാദൂട്ടും ഉണ്ടായി. 2ാം ദിവസം പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നാരായണീയ പാരായണം, വിശേഷാൽ പൂജകൾ, നവഗ്രഹ പൂജ, ഉദയാസ്തമന പൂജ, പാമ്പിൻകാവിൽ പൂജയും ഉണ്ടായി. വൈകിട്ട് 5-ന് നടക്കൽ പറവെപ്പും നടന്നു. തുടർന്ന് 50-ലേറെ വാദ്യകലാകാരന്മാർ അണിനിരന്ന പാഞ്ചാരി മേളം കാണികളുടെ മനം കവർന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, 7 മണിക്ക് വാരം ഇരിക്കൽ, തുടർന്ന് പ്രസാദൂട്ടും ഉണ്ടായി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓഫീസ് അറ്റൻഡ്, FTM എന്നീ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 23 തിങ്കളാഴ്ച രാവിലെ 10:30-നും 11:30-നും സ്കൂളിൽ എത്തണമെന്ന് പ്രധാനാധ്യാപിക രശ്മി അറിയിച്ചു. SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റി കടവല്ലൂരിൽ മദീന പേഷൻ സംഘടിപ്പിച്ചു. മഹല്ല് ഖബർസ്ഥാനിൽ നടന്ന സിയാറത്തിന് സിദ്ദിഖ് ബദ്രി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി മാനങ്കണ്ടത്ത് പതാക ഉയർത്തി. ബുർദ മജ്ലിസിന് അകലാട് MIC സ്വാബിരിയ ടീം നേതൃത്വം നൽകി. മദ്ഹു റസൂൽ സംഗമത്തിന് സംഘാടക സമിതി ചെയർമാൻ മുസ്തഫ നദ്വി അധ്യക്ഷത വഹിച്ചു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PK മുഹമ്മദ് ഫൈസി പെരുമ്പിലാവ് പ്രാർത്ഥന നടത്തി. മദ്ഹിലലിയാം പ്രവാചക പ്രകീർത്തനം എന്ന വിഷയത്തിൽ സമസ്ത കേന്ദ്ര മുശാഫറ അംഗം അബ്ദുസലാം ഭാഗവിയും, ഹബീബിനോട് ചേരാം എന്ന വിഷയത്തിൽ SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവിയും പ്രഭാഷണം നടത്തി. സംഘാടക സമിതി അംഗം അമീർ സ്വാലി അൻവരി ചേകന്നൂർ ക്യാമ്പ് നിയന്ത്രിച്ചു. മഗ്രിബിക്ക് ശേഷം നടന്ന മൗലിദ് മജ്ലിസിന് ഇബ്രാഹിം ഫൈസി പഴുന്നാന, മൊയ്തീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് അത് സ്വീകരിക്കുകയും ഇഷ്ടമാക്കിയ മാർഗങ്ങളിൽ മാർഗിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം പ്രകടനമാണ്. അല്ലാതെ ഓർക്കുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം മുതൽ പറയുകയും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അത് മാറ്റുകയാണ് നമ്മുടെ വിശ്വാസം. കുന്നംകുളം പ്രസ് ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അഖില മുകേഷ് മുഖ്യാതിഥിയായി. കുന്നംകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CF ബെന്നി, സെക്രട്ടറി MM മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് P വിൽസൺ, വൈസ് പ്രസിഡന്റ് അഖിൽ രാമപുരം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. കടിക്കാട് കബഡി അക്കാദമിയുടെ നേതൃത്വത്തിൽ കബഡി ടൂർണമെന്റിന് തുടക്കമായി. കടിക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കബഡി അക്കാദമി ചെയർമാൻ നാസർ ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിദ, പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ആലത്തയിൽ മൂസ, മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, ഇന്ദിര പ്രഭുലൻ, മിനി ടീച്ചർ, നബീൽ മുഹമ്മദ്, അമർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി 6 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ തൃശൂർ സെവൻസിനെതിരെ CK അക്കാദമി ചേർപ്പ് വിജയം നേടി. ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ടൂർണമെന്റ് ഫൈനൽ മത്സരം നടത്തുന്നത്. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും വിതരണം ചെയ്യും. കബഡി താരമായിരുന്ന ഷെല്ലുവിന്റെ സ്മരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്.
ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും നബിദിന സ്വാഗത സംഘം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് ഉമ്മർ ഫൈസി സമദ് ഉസ്താദ്, നൌഫൽ റഹ്മാനി എന്നിവർ മൗലിദ് പാരായണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് റാലിയും നടത്തി. 1400ഓളം വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകി. വൈകിട്ട് വിദ്യാർത്ഥികളുടെ കലാവിരുന്നിനു ശേഷം നടത്തിയ പൊതുസമ്മേളനം മഹല്ല് ഖത്തീബ് അലി ധാരിമി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി വലിയ വളപ്പിൽ ഷെഫീഖ്, മഹല്ല് ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് പെഴുംതറയിൽ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് റേഞ്ചിൽ +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഹന ഷാനവാസിന് ക്യാമ്പിൽ ആദരിച്ചു. ശിവശക്തി പെരിയമ്പലത്തിന്റെ ഓണാഘോഷം 2024 സീലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തി. കെ മാധവൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ടീമുകളുടെ കൈക്കുട്ടിക്കളിയും അരങ്ങേറി. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഷമീദ് മെമ്മോറിയൽ കാരം ബോർഡ് ലീഗ് സംഘടിപ്പിച്ചു. 20 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അവസാനഘട്ടത്തിൽ KMCC അഞ്ചങ്ങാടിയും പാരസൈഡ് ഒരുമനയൂരും നടത്തിയ ഏറ്റുമുട്ടലിൽ 2-1 എന്ന മാർജിനിൽ പാരഡൈസ് ഒരുമനയൂർ വിജയിച്ചു. വിജയികൾക്ക് ക്യാഷ് ട്രോഫിയും സമ്മാനിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. ഒരു തവണ പറഞ്ഞുകൊടുത്താൽ അത് കൂർമ്മബുദ്ധിയോടെ മനസ്സിലാക്കുന്നവരാണ് ശ്വാനന്മാർ. അതിനാൽ തന്നെ സാഹസികമായ കാര്യങ്ങളിലും ധൈര്യമായി ഇക്കൂട്ടരെ പങ്കെടുപ്പിക്കാം. മരത്തംകോട് നിന്ന് അനിൽ നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6960 രൂപ, പവന് 55,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം പഴഞ്ഞി ചിറക്കൽ ഏറ്റിൻകര വീരാൻ ഭാര്യ ആയിഷ നിര്യാതയായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം ചിറക്കൽ മഹല് ഖബർസ്ഥാനിൽ നടത്തി. ബഷീർ, നാസർ, സെലീന, പരേതനായ കബീർ എന്നിവർ മക്കളാണ്. മരത്തംകോട് പറവളപ്പിൽ ഉക്രുമകൻ ബ്ലസൻ ജേക്കബ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഷേർലി ഭാര്യയും നീതു, നിതിൻ, ബ്ലസൻ എന്നിവർ മക്കളുമാണ്. പാത്രമംഗലം നീലങ്കാവിൽ വീട്ടിൽ റപ്പായി മകൻ സണ്ണി നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം പാത്രമംഗലം സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ലില്ലി ഭാര്യയും സാലി, ഷാജൻ, ദാസൻ എന്നിവർ മക്കളുമാണ്. പന്നിശ്ശേരി പന്തായി വട്ടവളപ്പിൽ വേലുക്കുട്ടി മകൻ ബാബു നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 സ്വവസതിയിൽ നടക്കും. പ്രീത ഭാര്യയും മിഥുൻ, ദേവിക എന്നിവർ മക്കളുമാണ്. വേലൂർ വെങ്ങിലശ്ശേരി കണ്ടമ്മാട്ടിൽ പരേതയായ കാർത്തിയാനിയമ്മ മകൻ രാജചന്ദ്രൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. റിട്ടയേർഡ് പോലീസ് SI സേതുവിന്റെ സഹോദരനാണ്. സംസ്കാരം പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ലത ഭാര്യയും അശ്വതി, രേവതി എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് കല്ലൂർ ജുമാ മസ്ജിദിന് സമീപം പരേതനായ ഇടിക്കലത്ത് പറമ്പിൽ അബൂബക്കർ മകൻ അബ്ദുൾ റസാഖ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. ദീർഘകാലം പ്രവാസിയായിരുന്നു പരേതൻ. മുസ്ലിം ലീഗ് വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, കല്ലൂർ മഹല്ല് കമ്മിറ്റി ട്രഷറർ, ICA വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം കല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. റസിയ ഭാര്യയും റിയാസ്, റാമിസ്, റയീസ് എന്നിവർ മക്കളുമാണ്. കാട്ടകാമ്പാൽ പടിഞ്ഞാറ്റുമുറി പരേതനായ ചെറുവത്തൂർ ചെറിയാൻ മകൾ സുന നിര്യാതയായി. 46 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. തങ്കമണി മാതാവാണ്. സുജ, സുനിൽ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണച്ചാൽ 64 ഏക്കർ കൃത്രിമ തടാകം നടപടി ത്വരിതഗതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഡയപ്പർ ഡിസ്ട്രോയർ മന്ത്രി നാടിന് സമർപ്പിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് VS സുനിൽകുമാർ. റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരണമെന്നും സുനിൽകുമാർ. കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി പുനരാരംഭിച്ചു. തൂവാനൂർ സെന്ററിലും കേച്ചേരി പാലത്തിലും രൂപപ്പെട്ടിരുന്ന വൻ ഗർത്തങ്ങൾ അടയ്ക്കാതിരുന്നത് പ്രതിഷേധങ്ങൾക്കിടവരുത്തിയിരുന്നു. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ പള്ളിക്ക് മുൻവശം 1 മാസത്തിലധികമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.